എസ്കോട്ടി വന്നേച്ചാ എസ്കോട്ടിൽ രണ്ടുപേരും ഉള്ളിലേക്ക് പോയായിരുന്നു. ഒരു VIP എന്താണ്ടാണ് അവർക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി. താജ്മഹലിലെ VIP വരുന്നതുകൊണ്ടല്ല നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിട്ടത്. അവിടെ ഒരു ബോംബ് അലാർട്ടിന്റെ ഭീഷണി ഉണ്ടായിരുന്നു. ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ആഗ്രയിലാണുള്ളത്. ആഗ്രയിൽ നമ്മൾ താജ്മഹൽ കാണാനായിട്ട് വന്നേക്കാണ്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ആഗ്രയിൽ എത്തിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ദിവസം നമ്മൾ ഫോർട്ടിൽ പോയി ഫോർട്ടിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ താജ്മഹൽ കാണാനായിട്ട് എത്തി. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനായിട്ട് ഇപ്പോൾ അവർ പറഞ്ഞ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ അല്ല, ഓൺലൈനായിട്ട് ചെയ്യണമെന്നാണ് പറയണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. രാവിലെ തന്നെ ഈ ഗേറ്റിൻ്റെ അവിടേക്ക് വരുമ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഓപ്പണിംഗ് അല്ല. അപ്പോൾ നമ്മളിതാ ഇവിടെ വന്ന് ഓൺലൈനായിട്ട് ടിക്കറ്റ് സ്കാൻ ചെയ്യണം. അത് ഓൺലൈൻ പേയ്മെൻറ്റ് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പ്രവേശിച്ച് ഉള്ളിലേക്കോ കയറാണ്. അപ്പോൾ അതാ നമ്മൾ റോയൽ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. അതായത് മുംതാസ് ഗേറ്റ്. ഈ കാണുന്നത് ഈ റോയൽ ഗേറ്റിൻ്റെ ഓരോ മാർബിൾ കൊണ്ടുള്ള വർക്കാണ് ഇത് മൊത്തത്തിൽ. ഇതൊക്കെ ശരിക്കും മാർബിൾ കൊണ്ട് വർക്ക് ചെയ്തതാണ് ഈ കാണുന്നതൊക്കെ. ഈ മുംതാസ് ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ താജ്മഹൽ കാണാം. രാവിലെ തന്നെ ആയാലും അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ സംഭവം എന്ന് അറിയില്ല കൃത്യമായിട്ട്. കുറച്ച് പട്ടാളക്കാർ വന്ന് നമ്മളിവിടുന്ന് എല്ലാവരും പുറത്തിറങ്ങി. എസ്കോട്ടി വന്നേച്ചാ എസ്കോട്ടിൽ രണ്ടുപേരും ഉള്ളിലേക്ക് പോയായിരുന്നു. ഒരു VIP എന്താണ്ടാണ് അതിൻ്റെ ഉള്ളിലൊരു VIP കയറിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തോ പ്രശ്നമായിട്ട് എല്ലാവരും ഒഴിപ്പിക്കുന്നതാണ് അവരുടെ സേഫ്റ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഫുൾ സാഡാക്കി കളഞ്ഞു. കാരണം ഒരു VIP വന്ന് ഫുൾ എന്താ പറയുക അല്ലേ ഗായ്സ്. അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. ഏതൊരു VIP വരുന്നത് കാരണം ആർമിക്കാരെല്ലാവരും വന്ന് എല്ലാവരും ഒഴിപ്പിച്ചു. അപ്പോൾ എല്ലാവരും അതിൻ്റെ സൈഡിൽ ഞാനടക്കം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു നിവൃത്തിയുമില്ല, പുറത്തേക്ക് ഇറങ്ങേണ്ട അവസ്ഥയായി. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ കൂടുതൽ നേരം നിൽക്കാൻ പറ്റില്ല. അദ്ദേഹം VIP വരുന്ന സമയമായി. അപ്പോൾ വളരെയധികം വിഷമത്തോടെയാണ് പുറത്തേക്ക് പോകുന്നത്. ഗായ്സ്, അപ്പോൾ നമ്മൾ ആ റൂമിലെത്തിയപ്പോഴാണ് ഒരു കാര്യം അറിയണത്. താജ്മഹലിലെ VIP വരുന്നതുകൊണ്ടല്ല നമ്മളവിടെ നിന്ന് ഇറക്കി വിട്ടത്. അവിടെ ഒരു ബോംബ് അലാർട്ടിൻ്റെ ഭീഷണി ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് അവർ ആർമിക്കാർ വന്നിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് ഒഴിപ്പിച്ച് വിട്ടത്. ഒരു പക്ഷേ ഭാഗ്യമെന്ന് പറയാം. ഇപ്പോൾ ആ റൂമൊക്കെ വെക്കറ്റ് ചെയ്ത് ഇപ്പോൾ ഡൽഹി യമുന എക്സ്പ്രസ് ഹൈവേയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഒരു കണക്കിന് എസ്കേപ്പ് അടിച്ച് ഇവിടേക്ക് പോകുന്നു. റൂമും കാര്യങ്ങളൊക്കെ വേഗം വെക്കറ്റ് ചെയ്തു. കാരണം ബോംബ് അലർട്ടാണ്, ഭീഷണിയാണ്. അപ്പോൾ താജ്മഹൽ അടച്ചേക്കാണ്. ഇന്നും നാളെയൊക്കെ ആയിട്ട് ക്ലോസിംഗ് ആണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ക്ലോസിംഗ് ആയിരിക്കും. അവിടേക്ക് സന്ദർശകർക്ക് വെള്ളിയാഴ്ച ദിവസം ഒരു സന്ദർശനമില്ല. അപ്പോൾ നമുക്ക് താജ്മഹലിൻ്റെ എപ്പിസോഡ് നമുക്ക് വ്ളോഗൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഇനി ഡൽഹിയിലെത്തിയിട്ട് കാണാം. പുതിയൊരു വീഡിയോ വരുന്നവരിക്കും. ബൈ ബൈ.